ലൈറ്റ് കളറിലുള്ളതും പിന്നെ ഒരു കളർ തന്നെ 2 ഷെയ്ഡിലായിട്ടുള്ളതും അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പിന്നെ ഇലകളിൽ തന്നെ ഒരു മഞ്ഞയും വെള്ളയും പച്ചയും കളറിലുള്ള അങ്ങനത്തെ ഇലകൾ തന്നെ ഉണ്ട് ഇതിൽ. കാണാനായിട്ട് നല്ലൊരു ഭംഗിയുള്ളതും പിന്നെ പൂക്കൾ വന്നിട്ടുണ്ടെങ്കിൽ കുറേ കാലം ഒരു കേടും കൂടാതെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്ന കൂടെ ഒരു ചെടിയാണിത്. ഈ ഒരു ചെടി നട്ട് കൊടുക്കുമ്പോൾ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ നട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് ചാണകവെള്ളം കലക്കിയിട്ട് ഇതിൻ്റെ തെളി ഒഴിച്ച് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൊമ്പാണ് നമ്മൾ നട്ട് കൊടുക്കുക. കൊമ്പ് നട്ട് കൊടുക്കുന്ന സമയത്ത് ഇളം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ അതിൻ്റെ പുതിയ ഇലകളും മുകളങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മൾ വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും. പിന്നെ ദിവസം ഒരു നേരം നനച്ച് കൊടുത്താൽ മതിയാകും ഇത്. പിന്നെ മഴ പെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇതിൽ മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ പൂക്കൾക്കൊക്കെ ചീച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മഴ ഉള്ള സമയത്ത് ഇതിൻ്റെ പൂക്കളുള്ള സമയത്തൊക്കെ നമ്മൾ ചട്ടിയിലാണ് എന്നുണ്ടെങ്കിൽ ഇത് അധികം മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് വേണം മാറ്റി വെച്ച് കൊടുക്കാനായിട്ട്. ഈ ഒരു ചെടി നമ്മൾ ഒരു കളറുള്ള ചെടിയിൽ തന്നെ ബഡ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഒരു ചെടി തന്നെ 2 കളറിലായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇത് ചട്ടിയിലോ നിലത്തോ ചാക്കിലോ ഇങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും ഈ ഒരു ചെടി. എത്ര വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിലും വലിയ കേടൊന്നും സംഭവിക്കാത്തൊരു ചെടി കൂടിയാണിത്. പക്ഷേ ഒരുപാട് മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കളൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇതിൽ പൂവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിലെപ്പോഴും പൂക്കൾ ഉണ്ടാവും. പിന്നെ ഇത് മെയ് മാസമായിട്ടും പൂക്കൾ തീർന്നിട്ടില്ല. ഇതേപോലെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ പൂവ് ഇതേപോലെ കേടുകൂടാതെ നമുക്ക് ഇതേപോലെ കെയർ ചെയ്ത്